ഹലോ ഗായ്സ്, നമ്മുടെ പുതിയ വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം. ഡേ 2 ഇന്നത്തെ പ്രോഗ്രാം പറഞ്ഞു വെച്ചാൽ ഇതൊക്കെയാണ്. ഒരു ബീച്ച്, പിന്നെ ഫ്രഞ്ച് കോളനി, സൺഡേ മാർക്കറ്റ്, അങ്ങനെ കുറേ ഉണ്ട് സംഭവം. മോർണിംഗ് അതിന് 10 മണി ആയില്ലേ? 10 മണിയായി. കുഴപ്പമില്ല. ഹരീഷ് വരുന്നുണ്ട്. ഹരീഷിലേക്ക് വരുന്നുണ്ട്. ഹരീഷാണ് ടൂറിൻ്റെ പ്ലാനിങ് മൊത്തം കോർഡിനേറ്റ് മൊത്തം ചെയ്യുന്നത് ഹരീഷാണ്. ഇതൊരൊന്നും ഇതായിട്ടില്ല. മഴ മാത്രം പെയ്തു, എന്നാലും കുഴപ്പമില്ല. എന്നാ വന്നു ചെക്കൻ വന്നു. 10 മണിക്ക് രാവിലെ 6 മണിക്ക് ഇവരൊക്കെ അമ്പലത്തേക്കൊക്കെ പോയിട്ടേ, ഇവരൊക്കെ രാവിലെ എണിച്ച് അമ്പലത്തിൽ പോയി. നല്ല ക്ഷീണമായിരുന്നു. മേഘൊക്കെ ഏതാ ഡ്രസ്സ് സുബിതണ്ടോ? ഇരേണു ആഷി ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ടേ, ലിപ്സ്റ്റിക് ഇട്ടിരിക്കല്ലേ. അപ്പൊ നമുക്ക് പുറത്തേക്ക് ഇറങ്ങി പോവാം. എല്ലാരും ചെക്കൗട്ട് ചെയ്യാണ്. റിസപ്ഷൻ റൂം അതാണ്. എല്ലാരും റെഡി. മേഘ ഡ്രസ്സ് ഇട്ട് കാണാൻ സൂപ്പർ. നമ്മളിരുന്ന റിസോർട്ട് ഇതാണ്, ഹോട്ടൽ TS ഗ്രാൻഡ് പറഞ്ഞിട്ട്. അടിപൊളിയായിട്ടോ, അടിപൊളി റിസോർട്ടാണ്. നല്ല സൂപ്പറായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫ്രണ്ട്. ഇങ്ങനെയാണ് നമ്മൾ നേരെ ചുറ്റി ഇറങ്ങാണ്. കുറച്ച് സ്ഥലങ്ങളുണ്ട്. എന്തായാലും സ്ഥലങ്ങൾ എത്തിയിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം സൺ ഡ്യൂൺസ് ബീച്ചിലെത്തിയിരിക്കുകയാണ്. ഇവിടെ ടാഗൊക്കെ ഒട്ടിക്കുന്നുണ്ട്. ടാഗ് സോറി സാൻഡ് ഡ്യൂൺസ്. ഞാൻ തന്നെ പറഞ്ഞു സാൻഡ് ഡ്യൂൺസ്, സണ്ണ് പറഞ്ഞു. ഓക്കെ, മൈ മിസ്റ്റേക്ക്. ഓക്കെ, അപ്പോൾ എല്ലാവരും കയ്യിൽ ടാഗ് ഇട്ടിട്ട് എൻട്രി ഫീസ് 70 രൂപയാണ്. ഇവിടെ കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. നമ്മൾ ആക്ടിവിറ്റീസ് നമ്മൾ കയറി നമ്മൾ അടിച്ച് പൊളിച്ച് തിമിറക്കുന്നതാണ് ഗൈസ്. കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് അവിടെ. നേരെ സൂപ്പർ വാവ് ബീച്ച്, അടിപൊളി. ഇവിടെയൊക്കെ നൈറ്റ് വന്നിട്ടുണ്ടെങ്കിൽ സൂപ്പറായിരുന്നു. നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല, അറിയില്ലല്ലോ ഇവിടെ എങ്ങനെയാണ്. അടിപൊളി നൈറ്റ്. ഓക്കെ, പബ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ബീച്ച്. എല്ലാവരും കുറെ കളിക്കുന്നിവിടെ ബീച്ചിൽ. ഇവിടെന്താ പാമ്പ്, കടൽ പാമ്പോ പോകണം. ഇത് നോക്കി നോക്കട്ടെ. അനിലേട്ടൻ ഓൺ റോക്കാണ്. അനിലേട്ടൻ പിന്നെ സുമ്മാവാ അനിലേട്ടൻ. കടലിലൊന്ന് ചത്ത സാധനത്തിനെ പിടിച്ചിരിക്കണല്ലേ. ചത്താണ്. ചത്ത പാമ്പ് വേണോ ഏകെ. അപ്പോൾ നമ്മൾ ബീച്ചിൽ നിന്ന് അങ്ങനെ ഇറങ്ങാൻ പോവുകയാണ്. കുറച്ച് തന്നെ എടുത്തിട്ടുള്ളൂ. നല്ല വെയിൽ, ഹെവി വെയിൽ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഓരോ സ്ഥലങ്ങളിലേക്ക് പോവാം. കമോൺ അല്ലേ മേഘ? അപ്പോൾ നമ്മളങ്ങനെ ഇവിടുന്ന് ഇറങ്ങാം കേട്ടോ. ഇനി നേരെ അടുത്ത നമുക്ക് ലൊക്കേഷൻ പോവുകയാണ്. നല്ല വെയിൽ, ഹെവി വെയിൽ. നമുക്ക് അടുത്ത ലൊക്കേഷൻ എത്തിയിട്ട് നമുക്ക് കാണാം. ബാക്കിൽ എല്ലാവരും ഉണ്ട്, നടന്നു വരുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഫ്രഞ്ച് കോളനി കേട്ടോ. ഓക്കെ, ഈ സ്ഥലം ശരിക്കും മറ്റേ വിഴി മൂടി യോസിച്ചാണെങ്കിൽ എന്താ പാട്ടില്ലേ, അയ്യൻ സിനിമ, ആ ഭാഗമാണ് ഈ ഭാഗം, ഈ സിനിമയുടെ. കുഴപ്പമില്ല, നല്ലൊരു ഇതുള്ള സ്ഥലം തന്നെയാണ്. ഞങ്ങളിവിടെ ഇനി ഒന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നിന്ന് കുറേ ഫോട്ടോഷൂട്ടുകൾ എടുത്തു. നമ്മളിനി ഇവിടെ അങ്ങനെ ഇറങ്ങുകയാണ്. ഓക്കെ, ഇപ്പോൾ ഭക്ഷണം വന്നു. ഞാൻ എഗ് ബിരിയാണി പറഞ്ഞു, ചിക്കൻ ബിരിയാണി പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കുകയാണ്.
അപ്പോൾ ഞങ്ങൾ ഏകദേശം ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ ഒരു മാളിലേക്ക് വന്നിരിക്കുകയാണ്. കുറച്ച് വെയിലൊക്കെ അല്ലേ, മാളിൽ കയറിയിട്ട് ഒരു ഏകദേശം ഒരു 6 മണിക്ക് സൺഡേ മാർക്കറ്റിലേക്ക് പോകാച്ചിട്ടാണ്. അപ്പോൾ ഇതാണ് മാള്. ആ മാളിക്ക് കയറുകയാണ്. എന്നാണ് വെച്ചാൽ ഒടുക്കത്തെ ചൂടും. അതാണ് മാൾ കേട്ടോ. അപ്പോൾ മാളിക്ക് വരികയാണ്. അപ്പോൾ ഹരീഷും ഇവർ മസാജ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. മസാജ് സെൻറ്റർ അവിടെ ഉണ്ട്. മസാജ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് രേണു ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞു. നല്ല അടിപൊളിയുണ്ട്. മസാജ് എവിടെ കണ്ടാലും ഞങ്ങൾ ഫസ്റ്റ് ചെയ്യും. അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി നമ്മൾ ടീ കടായി ജംഗ്ഷൻ വന്നിരിക്കുകയാണ്. പക്ഷെ ഇവിടുത്തെ ഇവിടുത്തെ ഫുഡ് കോർട്ടിലേ എന്താ പ്രത്യേകത പറഞ്ഞാൽ ഇവിടെ ഫുഡ് കഴിക്കണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ കാർഡ് മേടിച്ചിട്ട് അതിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യണം. എന്നാലേ നമുക്കത് കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ വന്നിട്ട് ഓരോ കടയിൽ നമ്മൾ ഒന്ന് മേടിക്കണം. അല്ലാണ്ട് ക്യാഷ് കൊടുത്തിട്ട് മേടിക്കാൻ പറ്റില്ല. ക്യാഷ് കൺസെഷൻ നോട്ട് വാല്യൂറ്റ്. അപ്പോൾ ചായ ഉണ്ട്. ചായ വരട്ടെ. ചായ വരണം. കഴിച്ചോ. ചായ എങ്ങനെയുണ്ട്? നല്ല ചായയാണ്. തലവേദന പോണ ചായയാണ് അല്ലേ? വെറുതെ പറയല്ലേ? സീരിയസ് കുഴപ്പമില്ല. കാർഡ് വെച്ചെടുക്കണ ടീ അല്ലേ? ക്യാഷ് കിട്ടി കാർഡ് വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്യണം ക്യാഷ്. എന്നിട്ട് കാർഡ് തരുമായിരുന്നു ചെയ്യണം. യാഷിക്കുട്ടി യാഷിക കലിപ്പിലാണ്. കലിപ്പിൽ അല്ലേ? കലിപ്പിന്റെ കാന്താരിയാണ് അല്ലേ? ആണോ? ഞാൻ ബ്ലാക്ക് ടീൻ്റെ ആളാണ്. ബ്ലാക്ക് ടീ കുടിക്കട്ടെ. അപ്പോൾ നമ്മളങ്ങനെ മാളിൽ നിന്ന് ഇറങ്ങുകയാണ്. മാളിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ സൺഡേ മാർക്കറ്റിൽ പോകും. സൺഡേ മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യണം. ഓക്കെ, ഇതാണ് സൺഡേ മാർക്കറ്റ്. സൺഡേ മാത്രമേ ഉണ്ടാവുള്ളൂ. 2 കിലോമീറ്റർ ഉണ്ട്. കുറേ സാധനങ്ങളുണ്ടാവും. ലോക്കൽ സാധനങ്ങളും നല്ല സാധനങ്ങളും എല്ലാ സാധനങ്ങളും ഉണ്ടാവും. ഇതേ വഴി വരണം തന്നെ. ആ ശരിയാണല്ലോ അല്ലേ? എത്ര കടയുണ്ട്. ഇത് പണ്ട് കാലത്ത് ഫ്രഞ്ചുകാർ നമ്മുടെ ഇന്ത്യക്കാർക്ക് കുറച്ച് സാധനം മേടിക്കാൻ വേണ്ടിട്ട് ആഴ്ചക്ക് ഒരിക്കൽ അവർ കുറച്ച് സാധനം കൊണ്ടുവരും. ഇപ്പൊ അത് ഇന്ത്യക്കാർ കൊടുത്തിട്ട് ഇന്ത്യക്കാർക്ക് കുറച്ച് സാധനം അവർ മേടിക്കും. അന്നുണ്ടായിരുന്നത് പണ്ടമാറ്റം പറയാം. അത് ഇതിന് പകരം അത് കൊടുക്കുന്നത്. ഇതിപ്പോ പൈസയായി. നമുക്ക് 150 രൂപയ്ക്ക് പ്രിന്റഡ് ഷർട്ട് 99 രൂപ. 250 എല്ലാ സാധനം ഉണ്ടാവും കേട്ടോ. ഇഷ്ടംപോലെ എല്ലാ സാധനം ഉണ്ടാവും അല്ലേ? അപ്പൊ നമുക്ക് അപ്പൊ നമുക്ക് എല്ലാം ഉണ്ടാവും അല്ലേ? നമുക്ക് മേടിക്കാം. വരുമ്പോഴേ 150 രൂപ ഉള്ള ഡ്രസ് ഷർട്ട് നോക്കിയൊക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്ന് പർച്ചേസ് ചെയ്യാം. ഇതൊക്കെ പഴയ സാധനങ്ങൾ, കോയിൻസ് ഒക്കെ ഇഷ്ടം പോലെ പണ്ടത്തെ കോയിൻസ്. ഇത് ചക്ക നമ്മളിവിടെ വിൽക്കുന്നത്. എന്ത് തിരക്കറിയോ? തിരക്ക് 2000 കടവുണ്ട് ഏകദേശം. അപ്പോൾ മേഘയും ദേവനും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവൻ്റെ കയ്യിൽ കാശ് കൊടുത്ത് വിട്ടു അല്ലേ? കാശ് കൊടുത്തിട്ട് എന്താ മേടിച്ചു എങ്ങോട്ട് പോട്ടെ. അതെ, അപ്പം നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് എങ്ങോട്ട് സൈഡ് പോവുക, അവരവരുടെ ഇഷ്ടത്തിന് പോയിട്ട് എന്തൊക്കെ സാധനങ്ങൾ മേടിക്കട്ടെ അല്ലേ? നമ്മളൊരു സൈഡിൽ കൂടെ അങ്ങനെ പോയിട്ട് മേടിക്കാം. അവരെന്താ വെച്ചാൽ മേടിക്കട്ടെ. അങ്ങനെ പോകട്ടോ. ഓക്കെ, ഇതാ ബെൽറ്റ് മേടിച്ചോ. പെർഫ്യൂം, ഇതാ മാല. വാച്ച് പിടിച്ച് കാണിച്ച് എങ്ങനെ കറക്കത്? കറക്കണ വാച്ച് അല്ലേ? സൂപ്പർ. അയ്യോ, വാച്ചൊക്കെ 100 രൂപ. ഏത് വാച്ച്? തുറക്കാനും പറ്റും അല്ലേ? ഇതൊക്കെയൊക്കെ ലേഡീസ് വാച്ച്. ഏതെടുത്താലും 100. ബോയ്സിൻ്റെ 100 രൂപ. ഏകദേശം നമ്മൾ പകുതി കഴിഞ്ഞു. 2 കിലോമീറ്ററാണ് അതിൻ്റെ ദൂരം.
ഷെല്ല് കുപ്പൊക്കെ നോക്കി നോക്കുക. അയ്യോ അയ്യോ എന്താ മലേ കൂട്ടി വെച്ചിരിക്കുന്നു. നോക്കി നോക്ക്. അന്നാലും നടന്നാലും കഴിയണില്ല അമ്മാതിരി. നീ പറഞ്ഞ ശരിയാട്ടോ. കാല് കടയുന്ന എത്ര അറിയോ? എത്ര ലോങ് അറിയാം. നന്നായിട്ടുണ്ട്. എന്നാലും അപ്പോൾ ഇതാ ഹെഡ്സെറ്റ് 49 രൂപ ഉള്ളൂ. 2 മേടിച്ചു. അച്ഛനമ്മയ്ക്കൊക്കെ ഇടാം. നല്ല ലാഭമുണ്ട് കേട്ടോ. കാര്യം പറയാം, വെറുതെ പറയല്ല. പോണ്ടിച്ചേരി വരുന്നവർ സൺഡേ മാർക്കറ്റിലേക്ക് വരിക. സൺഡേ മാത്രമേ ഉണ്ടാവുള്ളൂ. ശനിയാഴ്ച നന്നാഴ്ച കാലിയായിരിക്കും. അങ്ങനെ സൺഡേ മാർക്കറ്റിൽ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഏകദേശം റോക്ക് ബീച്ചിലേക്ക് എത്തി. ഇവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് അങ്ങനെ ബസ് സ്റ്റാൻഡിൽ പോയിട്ട് ഭക്ഷണം കഴിക്കണം. ഹരീഷിന് ഇനി ഒരു ദിവസം ഇരിക്കണമെന്ന് ഹരീഷിനെ പറയണം കേട്ടോ. ഹരീഷിന് ക്ഷീണം മാറിയിട്ടില്ല അത്രേ. ഒരു ദിവസം കൂടെ ഇരുന്ന് ഇങ്ങനെ കൂളായിട്ട് പോകണമെന്ന് പറയണേ. രേണു ചിരിക്കട്ട്. അപ്പോൾ ഇതാ ബീച്ച്. അപ്പോൾ നമ്മുടെ പോണ്ടിച്ചേരി ട്രിപ്പ് ഇവിടത്തോടെ നമ്മൾ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തൊരു വ്ളോഗായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. ബൈ ബൈ.